അച്ഛന്മാരെ മുട്ടൻ മഴയത്ത് നമ്മൾ പുഴയിൽ കഴിച്ചുകൊണ്ടിട്ട് മീൻ പിടിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ കരിമീനാണ് ടാർഗറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കരിമീൻ, അതുപോലെ തന്നെ കുറുവ, സിലോപ്പി പോലുള്ള വമ്പൻ മീനുകൾ നമ്മുടെ പുഴയുടെ സൈഡിൽ നിന്ന് കളിക്കുന്ന ഒരു തകർപ്പൻ സ്പോട്ടാണിത്. നമ്മൾ അങ്ങനെ ഒരു സ്പോട്ട് തിരഞ്ഞെടുത്ത് വേട്ടയ്ക്ക് എത്തിയിരിക്കുകയാണ്. നല്ല മഴയാണ്, പക്ഷെ മഴക്കാലമാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ചൂണ്ടയിടൽ മാറ്റി വയ്ക്കാനായിട്ട് പറ്റില്ല. അത് നമ്മുടെ രക്തത്തിലുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ എത്ര വലിയ മഴക്കാലത്താണെങ്കിലും ചൂണ്ടയായിട്ട് കളത്തിൽ ഇറങ്ങിയിരിക്കും, മീൻ കിട്ടിയാലും ഇല്ലെങ്കിലും. എന്തായാലും വമ്പൻ മീനുകളുടെ ആക്ടിവിറ്റി ഇവിടെ കാണുന്നുണ്ട്. പക്ഷെ നമ്മളിന്ന് ടാർഗറ്റ് ചെയ്യുന്നത് കരിമീൻ, സിലോപ്പി, കുറവ പോലുള്ള മീനുകളെയാണ്. അപ്പോൾ നമ്മൾ വെയിറ്റ് ഇറക്കി വെയിറ്റിങ്ങിലാണ്. ഏത് സമയത്ത് വേണമെങ്കിലും നമ്മുടെ ഫോട്ടോ എല്ലാം അടിച്ച് താത്തിക്കൊണ്ട് ഓടാം. ആ ഒരു നിമിഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. നല്ല സൈസ് മീനുകളാണ് ഇവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്. കരിമീനൊക്കെ 3/4 കിലോയുള്ള കരിമീൻ വരെ ഈ പുഴയുടെ സൈഡിലൊക്കെ വന്ന് നിൽക്കും. നമ്മളോട് വെയിറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ വെറുതെ ഇരിക്കില്ല, ഉറപ്പായിട്ടും കയറി അടിക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. മീനടിച്ച് താത്തി കഴിയുമ്പോൾ തന്നെ ഹുക്കപ്പ് കൊടുക്കണം, അല്ലെങ്കിൽ മീൻ മിസ്സാവും. അതുകൊണ്ട് ഫ്ലോട്ട് നമ്മൾ സദാസമയം കെയർഫുള്ളായിട്ട് നിരീക്ഷിച്ചുകൊണ്ട് നിൽക്കണം. ഫ്ലോട്ടിൻ്റെ ഒരു ചെറിയ ചലനം പോലും നമ്മൾ മനസ്സിലാക്കണം. ചില സമയത്ത് കരിമീനുകൾ നമ്മുടെ ബെയ്റ്റ് വായിലാക്കി ഒറ്റ നിൽക്കും. മീനിൻ്റെ വായിൽ ബെയ്റ്റ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല, അവർ ഓടത്തുമില്ല. അതാണ് ഈ കരിമീനുകളുടെ ചില സമയത്തുള്ളൊരു പ്രത്യേകത. ആ സമയത്ത് നമ്മൾ നല്ല പവർഫുൾ ഹുക്കപ്പ് കൊടുത്താൽ മാത്രമേ അവന്മാരെ നമുക്ക് കര കയറാനായിട്ട് പറ്റത്തുള്ളൂ. നല്ല മഴയുണ്ട്, മഴയുടെ ഇടയ്ക്കാണ് നമ്മൾ ചൂണ്ടിട്ടുകൊണ്ടിരിക്കുന്നത്. പലരും പറയുന്നത് മഴയത്ത് മീൻ കിട്ടില്ല എന്നാണ്, പക്ഷെ അങ്ങനെയൊന്നുമില്ല. നമുക്ക് വമ്പൻ മീനുകൾ കഴിച്ചുകൊണ്ട് കൂടുതലും കിട്ടിയിട്ടുള്ളത് നല്ല മഴ ഇരിക്കുന്ന സമയത്താണ്. അതുകൊണ്ട് മഴയുണ്ടെന്ന് കരുതി ചൂണ്ട ഇടാതെ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നല്ല സൈസ് മീൻ തന്നെ ഹെവി മഴയത്ത് കയറി അടിക്കും. നമ്മൾ ബെയ്റ്റ് അപ്പുറത്തേക്ക് അല്പമൊക്കെ മാറ്റി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എവിടെ നിന്നാണ് നമുക്ക് അടി കിട്ടുകയെന്ന് ഒട്ടും പ്രൊഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തു നിന്നൊക്കെ ആയിരിക്കും പ്രതീക്ഷിക്കാത്ത സമയത്ത് നമുക്ക് അടി കിട്ടുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്ലോട്ട് സദാ നിരീക്ഷിച്ച് നിൽക്കണം. ഫ്ലോട്ട് മീൻ അടിച്ച് താത്തി കഴിയുമ്പോൾ തന്നെ നല്ലൊരു തീപാറ ഹുക്കപ്പം കൊടുത്താൽ ലോക്കാക്കിക്കോളാം ചൂണ്ടയിൽ. പിന്നെ അവൻ അങ്ങും പോകത്തില്ല. അപ്പം അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് നമ്മൾ. ഏത് സമയത്ത് വേണമെങ്കിലും ഒരു കലക്കനടി നമ്മുടെ ചൂണ്ടയിൽ പൊട്ടുകൊടുന്ന 8 അടിയുടെ പോൾഡോടാണ് നമ്മൾ ഫിഷിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ മീൻ കൊത്തി വെച്ചവരെ മീനുണ്ട്. ഓ, ജസ്റ്റ് മിസ്. നമുക്ക് മീൻ മിസ്സായിരിക്കുകയാണ്. നല്ലൊരു സ്ട്രൈക്കായിരുന്നു. കരിമീനാണെന്ന് തോന്നുന്നു, പക്ഷെ നമുക്ക് മിസ്സായിരിക്കുകയാണ്. എന്നാലും നമ്മളിപ്പോൾ തന്നെ അവനെ പൊക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ വീണ്ടും അവിടെ തന്നെ അടുത്ത ബെയ്റ്റ് ഇറക്കാനായിട്ട് പോവുകയാണ്. സമയം ഒട്ടും പാഴാക്കരുത് ഇങ്ങനെ മീൻ കൊത്തുന്ന സമയത്ത്.